വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ത്രെഡിൻ്റെ റോള് ഒരുപാടുണ്ടാവും. അങ്ങനെ എൻ്റെ വീട്ടിലൊരാൾ സ്റ്റിച്ച് ചെയ്യുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം കിട്ടി. അപ്പോൾ ആദ്യം ഇതേപോലെ ബ്ലേഡൊക്കെ വെച്ച് കട്ട് ചെയ്യാനായിരുന്നു എൻ്റെ ശ്രമം. ബട്ട് ദാറ്റ്സ് നോട്ട് എ സ്മോൾ ടാസ്ക്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ സിസർ വെച്ചിട്ടാണ് ഇവിടെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറിയ ചെറിയ റോളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉമ്മ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നല്ല പച്ചക്കറി അരിയുന്ന ഫീലിലൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയായാലും കുറച്ചധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള സംഭവം സിസർ വെച്ചിട്ടാണെങ്കിലും ചില്ലറ പണിയല്ലേ അല്ല. പകുതിക്കുന്ന നമ്മുടെ റോള് വീണ്ടും തീർന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വീട്ടിൽ പോകും. അത്ര തന്നെ. അപ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ട് ഇതേപോലത്തെ കുറച്ച് റോൾസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ പണി തുടങ്ങി. അപ്പോൾ ഒരു ഡേ കൊണ്ട് എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഡേ ആണ് ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ ബലൂണൊക്കെ ഒരു ദിവസം ഡ്രൈ ആക്കാൻ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ബലൂണും നൂലും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ബലൂണിന് നൂലിനെ വിട്ട് പിരിയാൻ തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിൽ പറ്റി പിടിച്ച് കിടക്കുകയാണ്. ഞാൻ പിന്നെ അത് റിമൂവ് ചെയ്യാനൊന്നും പോയില്ല. റിമൂവ് ചെയ്താൽ ചിലപ്പോൾ മൊത്തത്തിൽ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. കുറച്ച് ഹണി ബീസിന് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ സംഭവം എന്താണെന്നുള്ളത് എല്ലാവർക്കും ഐഡിയ കിട്ടിയല്ലോ. വേറെ ഒന്നുമല്ല, നമ്മളൊരു ബീഹൈവ് ആണ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തേനീച്ചക്കൂട്, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഹണി ബീസിനൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കുത്തി നിൽക്കുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ത്രെഡ് വെച്ച് നമുക്കിതൊന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഫൈനലി ഞാൻ ഇതിലൊരു ലൈറ്റൊക്കെ ഇട്ടുകൊടുത്തൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്തുനിന്നും കൂടി വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ പുറത്തും കൂടി ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത്? അതേപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കണ്ട കേട്ടോ.